മാജിക്കും മിമിക്രിയും കോർത്തിണക്കി വേദികൾ കീഴടക്കുന്ന ഒരു കലാകാരനെ പരിചയപ്പെടാം. മുൻ സൈനികൻ കൂടിയായ നെടുങ്കണ്ടം NCC ബറ്റാലിയനിലെ ജീവനക്കാരനായ രതീഷ് PT ആണ് മാജിക് വേദികളിൽ വ്യത്യസ്തനാകുന്നത്. ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും കലയെ മുറുകെ പിടിക്കുകയാണ് ഇദ്ദേഹം. ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെയാണ് രതീഷ് മായാജാലത്തിന്റെ ലോകത്തേക്കെത്തുന്നത്. സൈനികനായി രാജ്യത്തിനായി സേവനമനുഷ്ഠിച്ച കാലത്തും മാജിക്കിനെ ഉപേക്ഷിച്ചില്ല. സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ചതോടെ മാജിക് രംഗത്ത് കൂടുതൽ സജീവമായി. ഇതിനിടെ PSC മുഖാന്തരം ജോലി സമ്പാദിച്ച് നെടുങ്കണ്ടം NCC ബറ്റാലിയനിലെ ജീവനക്കാരനുമായി. ജോലി തിരക്കുകൾക്കിടയിലും വിവിധ വേദികളിൽ മാജിക് അവതരിപ്പിക്കാൻ രതീഷ് സമയം കണ്ടെത്താറുണ്ട്. വിദേശത്തുൾപ്പെടെ ഇതുവരെ 10,000-ലധികം വേദികളിൽ മാജിക്കും മിമിക്രിയും അവതരിപ്പിച്ചു. ഞാൻ ഇന്ത്യൻ ആർമിയിൽ 20 വർഷത്തിന് സേവനത്തിന് ശേഷം ഞാൻ വീണ്ടും കേരള PSC മുഖേന കേരള സർവീസിൽ 33 കേരള ബറ്റാലിയൻ NCC നെടുങ്കണ്ടത്തേക്ക് ജോലിയിൽ പ്രവേശിച്ചു. കഴിഞ്ഞ 32 വർഷമായിട്ട് ഞാൻ മാജിക്ക് ഒപ്പം മിമിക്രിയും കൂടെ ഒരു കലാരൂപത്തെ കൊണ്ടുവരികയാണ്. എൻ്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ മാജിക്കിലോട്ട് വന്നത്. ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ ഗുരുവായ മനോജിൽ നിന്നും ഞാൻ വിദ്യ അഭ്യസിച്ചുകൊണ്ട് മാജിക് എന്ന കലയിലോട്ട് കാൽച്ചുവട് വെച്ചു. സ്കൂൾ കാലം മുതൽ ശബ്ദാനുകരണ കാലരംഗത്തും രതീഷ് സജീവമാണ്. ചുറ്റുപാടുകളും പ്രകൃതിയുമൊക്കെയാണ് രതീഷിന്റെ ശബ്ദാനുകരണ കലയിലെ താരങ്ങൾ. ഒരു കുട്ടിയുടെ കയ്യിലോട്ട് ഒരു ബലൂൺ കിട്ടിക്കഴിഞ്ഞാൽ ആ ബലൂണിന്റെ ശബ്ദം എങ്ങനെയായിരിക്കും? ഒരു ആൺകുട്ടിയാണെങ്കിൽ ആ കുട്ടി, പെൺകുട്ടിയാണെങ്കിൽ അതിന് വേറെ വ്യത്യാസം. പെൺകുട്ടിയുടെ കയ്യിലോട്ട് ആദ്യമായി ബലൂൺ കൊടുക്കുമ്പോൾ ആ കുട്ടി ആ ബലൂണിനെ പതുക്കെ മോനെ അത് പൊട്ടിപ്പോകും. ഇല്ല, അത് പൊട്ടൂല. എന്നാൽ പൊട്ടിയ കഷ്ണങ്ങൾ എടുത്തുകൊണ്ട് അവൻ അടുത്തൊരു വികൃതി കാട്ടും. നമ്മളെല്ലാം പറയാറില്ലേ, ചെറിയ ഉണ്ണികളെ ഉണ്ടാക്കുമെന്ന്. അത് വായിലോട്ടിട്ട് എന്നിട്ടോ അവൻ അവന്റെ ആ വികൃതിയിലോട്ട് കിടക്കും. മാജിക്കിനൊപ്പം ശബ്ദാനുകരണ കലയെയും കോർത്തിണക്കിയാണ് ഈ കലാകാരൻ വേദികൾ കീഴടക്കുന്നത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.